ഹലോ അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് മോൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് വരുന്നത് താഴെ ഭാഗത്തേക്ക് സ്കേർട്ട് ഭാഗത്തേക്ക് നെറ്റും ബോഡി പാർട്ട് ഹക്കോബയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ട്രാൻസ്പെറൻറ്റ് നെക്കാണ് ഞാൻ ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ബോഡി പാർട്ടിന് 2 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഫ്രണ്ട് പീസിൻ്റെ വെഡ്ത്ത് ഞാൻ 6.5 ഇഞ്ചും ലെങ്ത്ത് 9 ഇഞ്ചുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ബാക്ക് പീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.5 ഉള്ളത് 7 ഇഞ്ചാണ് ഞാൻ വെഡ്ത്ത് എടുത്തിട്ടുള്ളത്. ലെങ്ത്ത് 11 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിൽ സിബ് കൊടുക്കാനുള്ളതുകൊണ്ടാണ് 1/2 ഇഞ്ച് അധികം എടുത്തിട്ടുള്ളത്. പിന്നെ ഒപ്പം വെച്ച് നോക്കിയാൽ താഴെ ഭാഗത്തേക്ക് നമുക്ക് ലേശം അറക്കം അധികം ഉണ്ടാവും. അതവിടെ നമുക്ക് കോണായിട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കറക്റ്റാക്കിയിട്ട് 11 ഇഞ്ച് ഞാൻ എടുത്തിട്ട് കറക്റ്റാക്കി ലെവലാക്കി കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. വെഡ്ത്ത് 7 ഇഞ്ചും ലെങ്ത്ത് 11 ഇഞ്ചുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ മുൻ പീസിൽ നമ്മൾ ഇറക്കെടുത്തിട്ടുള്ളത് 9 ഇഞ്ചാണല്ലോ. അപ്പോൾ ഇതിലും 9 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിങ്ങളുടെ താഴേക്ക് ആ 11 ഇഞ്ചിൻ്റെ ഭാഗത്തേക്ക് ക്രോസ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിൽ അങ്ങനെയാണ് വരിക. ഫ്രോക്കിൻ്റെ താഴെ നെറ്റിലും അങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ബോഡി പാർട്ടിലും അങ്ങനെ ക്രോസ് ആയിട്ട് തന്നെ കൊടുത്തത്. ഇനി അതിന് ലൈനിങ് വേണം. ട്രാൻസ്പെറൻറ്റ് നെക്കാണ്. പിന്നെ ഹക്കോബക്ക് നമുക്ക് എന്തായാലും ലൈനിങ് നിർബന്ധമാണല്ലോ. അപ്പോൾ ലൈനിങ്ങും വേണം. പിന്നെ അതിന് സ്കേർട്ട് ഭാഗത്തേക്ക് നെറ്റും. അപ്പോൾ അതൊക്കെ എത്രയാണ് വെഡ്ത്ത് ലെങ്ത്ത് എന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് മെഷർമെൻറ്റ് നോക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോഴാണ് ഇനിയും എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനും പിന്നെ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനൊക്കെ പറ്റുള്ളൂ. അപ്പം ഇനി സ്കേർട്ട് പാഡിലെ അളവ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിന് ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 11 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ഫ്രണ്ടിക്ക് കയറിയിട്ടാണ് നിൽക്കുക. അത് കാരണം ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 11 ഇഞ്ചാണ്. പിന്നെ വെഡ്ത്ത് എടുത്തിട്ടുള്ളത് 22 ഇഞ്ചാണ്. 2 നെറ്റ് മടക്കിയിട്ടതാണ് കേട്ടോ അത്. പിന്നെ അധികം പ്ലേറ്റ് കൊടുക്കാൻ എൻ്റെ അടുത്തുള്ള പീസ് കൊണ്ടാണ് ഞാൻ ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് അധികം പ്ലേറ്റ് കൊടുക്കാനുണ്ടാവില്ല. ഇത് ബാക്ക് പാർട്ടാണ്. ഇതിൻ്റെ വെഡ്ത്ത് സെയിം തന്നെയാണ്. 21 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ലെങ്ത്ത് ഞാൻ കൊടുത്തിട്ടുള്ളത് 20 ഇഞ്ചാണ്. ഫ്രണ്ട് പാർട്ടിലേക്ക് ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് 11 ഇഞ്ചും ഈ ബാക്ക് പാർട്ടിലേക്ക് ഞാൻ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് 21 ഇഞ്ചാണ്. അപ്പോൾ ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ അത്രയും ലെങ്ത്തേ ഉള്ളൂ. ഈ ബാക്ക് പാർട്ടിൻ്റെ വെഡ്ത്തിൻ്റെ അവിടെ ഞാൻ ആ 11 ഇഞ്ച് കൊടുത്തിട്ട് താഴെ 20 ഇഞ്ചിലേക്ക് ക്രോസായിട്ട് മാർക്ക് ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് ആ ഭാഗം കട്ട് ചെയ്തെടുക്കുക. ഞാൻ ബോഡി പാർട്ടിൽ ചെയ്ത പോലെ തന്നെ സ്കേർട്ട് പാർട്ടിലും അങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് 11 ഇഞ്ചാണല്ലോ. ആ 11 ഇഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്തിയത്. അവിടെ നിങ്ങളുടെ താഴേക്ക് 20 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇതാണ് ഫ്രണ്ട് പാർട്ട് വരുന്നത്. അത് അവിടെ അങ്ങനെ വെച്ച് ഒപ്പായി. പിന്നെ താഴേക്ക് ക്രോസ് ആയിട്ട് മാർക്ക് ചെയ്യുക. പിന്നെ അതിന് ലൈനിങ് വേണം. ഒരു കോട്ടൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സാറ്റിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് കട്ട് പീസ് ഉണ്ടായിരുന്നതാണ്. വലിയ ലെങ്ത്ത് ഇല്ല. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലെങ്ത്തിലെടുക്കുക. സാറ്റിന് ലെങ്ത്ത് 10ഉം കോട്ടൺ പീസിന് ലെങ്ത്ത് എനിക്ക് 9 ഇഞ്ചേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ അടിയിൽ ഞാൻ ലേസ് കൊടുക്കുന്നുണ്ട്, സിബും കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിനി ബോഡി പാർട്ടിൽ എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. വീഡിയോ ലെങ്ത്ത് ആവണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ സ്പീഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്രണ്ട് പീസിൻ്റെ ട്രാൻസ്പെറൻറ്റ് നെക്കിന് വേണ്ടിയിട്ടാണ് ഈ ലൈനിങ് കട്ട് ചെയ്യണത്. അപ്പോൾ താഴേന്ന് മുകളിലേക്ക് ഒരു 6.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. 6 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അത് കൂടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ബാക്ക് പീസിലും ക്രോസ് ആയിട്ട് കിടക്കുന്നുണ്ടല്ലോ, അതൊക്കെ അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടെയും ട്രാൻസ്പെറൻറ്റ് നെക്കിന് വേണ്ടിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. എനിക്ക് തന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ ഡൗട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പം നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഇതേപോലെ മക്കൾക്ക് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യാൻ. നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ തുണി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാനും കട്ട് ചെയ്യാനും ഒക്കെ നോക്കുക. പിന്നെ നമ്മളുടെ മക്കൾക്ക് നമുക്ക് തന്നെ പറ്റുന്ന പോലെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു സന്തോഷവും സുഖവും വേറെ തന്നെയല്ലേ. അതുകൊണ്ട് എല്ലാവരും സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ നോക്കുക, മടിച്ചിരിക്കരുത്. ഫ്രണ്ട് പാർട്ടിൽ 6.5 ഇഞ്ച് കയറ്റി കട്ട് ചെയ്ത പോലെ തന്നെ ബാക്ക് പാർട്ടിലും ആ ക്രോസ് ആക്കിയിട്ടുള്ള അതും കൂടി അടയാളപ്പെടുത്തിയതിന് ശേഷം കട്ട് ചെയ്യുക. മേലെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ താഴെ ക്രോസ് ആയിട്ടും കട്ട് ചെയ്യുക. ആ 1.5 ഇഞ്ചാണ് വരിക അധികം താഴെ. അപ്പോൾ ആ താഴെ വരുന്നത് നമുക്ക് അടയാളപ്പെടുത്തിയിട്ട്
അവിടെ ക്രോസായിട്ടും അടയാളപ്പെടുത്തി കൊടുക്കുക. അതും അതുപോലെ തന്നെ കട്ട് ചെയ്യുക. അതിനുശേഷം ഞാൻ ലൈനിങ്ങും നല്ല പാർട്ടും എല്ലാം കൂടി വെച്ചിട്ടാണ് ഞാൻ നമ്മളെ മെഷർമെൻറ്റ് കട്ട് ചെയ്യണത്. അതല്ലെങ്കിൽ ഇരട്ടിപ്പണിയാവുമല്ലോ, പിന്നെ വീഡിയോ ലെങ്ത്ത് കൂടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ടാണ് ഞാൻ നമ്മളെ മെഷർമെൻറ്റൊക്കെ നോക്കിയിട്ട് കട്ട് ചെയ്യണത്. അപ്പോൾ ഇനി എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മളുടെ ക്ലോത്ത് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ തന്നെ നോക്കട്ടോ. എവിടെയെങ്കിലും ചെറുതായിട്ട് 1/2 ഇഞ്ചൊക്കെ കൂടുതലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫിനിഷിങ് കിട്ടില്ല. പിന്നെ നമ്മൾ ഈ ക്ലോത്ത് വെച്ച് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബാക്കിൽ സിബ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടി 1/2 ഇഞ്ച് അധികം ബാക്ക് പാർട്ടിൽ എടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഫ്രണ്ട് പാർട്ട് വെക്കുമ്പോൾ ആ 1/2 ഇഞ്ചിൻ്റെ അപ്പുറത്ത് തന്നെ വെക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ അളവ് നോക്കുമ്പോഴും അതിൻ്റെ അപ്പുറത്തുനിന്ന് തന്നെ അളവ് നോക്കുക. അപ്പോൾ അതിൻ്റെ ഷോൾഡർ ഞാൻ എടുത്തിട്ടുള്ളത് 4.5 ഇഞ്ചാണ്. ഈ സിബിൻ്റെ 1/2 ഇഞ്ചിൻ്റെ പുറമെ ആ 1/2 ഇഞ്ച് കൂട്ടാതെ 4.5 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആം ഹോളും 4.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ചെസ്റ്റ് എടുത്തിട്ടുള്ളത് 6.5 ഇഞ്ച് തന്നെ. നമ്മൾ ആദ്യം പറഞ്ഞ 6.5 ഇഞ്ച് ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ആം ഹോളിൻ്റെ അവിടുന്ന് ചെരിഞ്ഞ് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ചെസ്റ്റിൻ്റെ അവിടേക്കും ചെരിച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് കട്ട് ചെയ്യുക. പിന്നെ താഴെ നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കിയതുകൊണ്ട് അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഈ മാർക്ക് ചെയ്ത ഭാഗത്തു കൂടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. എവിടെയെങ്കിലും പീസ് അധികമായിട്ടോ എങ്ങനെയെങ്കിലും നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക. അതിനുശേഷം മാർക്ക് ചെയ്ത ഭാഗത്തു കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്കിത് ക്ലോത്ത് കട്ട് ചെയ്യാൻ നമുക്ക് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ലൈനിങ്ങുമ്പോൾ കട്ട് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് നല്ല പീസിൽ കട്ട് ചെയ്താൽ മതി കേട്ടോ. ഞാനിത് എനിക്ക് പ്രശ്നമെല്ലാം തോന്നിയതുകൊണ്ടാണ് 2 പീസും കൂടി ഒപ്പം വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തത്. അതല്ലെങ്കിൽ സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മൾ ലൈനിങ് ഉണ്ടല്ലോ, ആ ലൈനിങ്ങിൻ്റെ മേലെ നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നെക്ക് കട്ട് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നെക്ക് കട്ട് ചെയ്യുക എങ്ങനെയെന്ന് വെച്ചാൽ അതിന് വെടുത്ത് എടുത്തിട്ടുള്ളത് 2 ഇഞ്ചും ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 2.5 ഇഞ്ചാണ്. ഫ്രണ്ട് പാർട്ടിൽ വെടുത്ത് 2 ഇഞ്ചും താഴേക്ക് ലെങ്ത്ത് 2.5 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബാക്കിൽ താഴേക്കും വെടുത്തും ലെങ്ത്തും 2 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. പിന്നെ സിബിന് 1/2 ഇഞ്ച് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക് പാർട്ടിൽ അളവെടുക്കുമ്പോൾ 2 ഇഞ്ചല്ല എടുക്കേണ്ടത്, 2.5 ഇഞ്ച് എടുക്കണം. എനിക്ക് ചെറിയൊരു പെശവ് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വീഡിയോയിൽ ഞാൻ 2 ഇഞ്ചേ അടയാളപ്പെടുത്തണുള്ളൂ. പിന്നെയാണ് എനിക്കത് മനസ്സിലായത്. അപ്പോൾ അത് വീഡിയോയിൽ പെട്ടില്ല കേട്ടോ. 2.5 ഇഞ്ച് ആക്കിയിട്ട് ഞാൻ പിന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ സിബിനുണ്ടെന്നുണ്ടെങ്കിൽ ആ സിബിൻ്റെ ഭാഗം കൂടി നമ്മൾ അധികം എടുത്തിട്ട് വേണം വെടുത്ത് മാർക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇനി അതും കട്ട് ചെയ്തെടുക്കുക. സിബ് വെക്കാൻ ബാക്ക് പാർട്ടിൻ്റെ നടുഭാഗത്ത് കൂടെ നമുക്ക് കട്ട് ചെയ്ത് 2 പീസാക്കി കൊടുക്കുക. ബാക്ക് പാർട്ട് 2 പീസാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ലൈനിങ്ങും ഞാൻ സിമ്പിളായിട്ട് സിബ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. ആണ് മടക്കി അടിച്ച് അതിൻ്റെ ഉള്ളിലാണ്ട് വെച്ച് കൊടുക്കുകയേ ചെയ്യണുള്ളൂ, വേറെ ഒന്നും ചെയ്യണില്ല. അങ്ങനെ എല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കണം. പിന്നെ ഇത് സിബിനുള്ളത് ഞാൻ കട്ട് ചെയ്യാണ് കേട്ടോ. അതിന് ശേഷം നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളതും കൂടി നോക്കാം. അതിന് ആദ്യം നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് ശേഷം ക്രോസ് പീസ് വെച്ചിട്ടാണ് ഞാൻ ഷോൾഡറും നെക്കും റെഡിയാക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഷോൾഡർ ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആദ്യം ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത്. നല്ല വശത്ത് വെച്ചിട്ട് ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ചീത്ത വശത്തേക്ക് നമുക്ക് ക്രോസ് പീസ് മടക്കി സ്റ്റിച്ച് ചെയ്യുക. ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാവുമല്ലോ അല്ലേ. ഇതൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ബാക്കിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുക. ഇനിയത് ഈ ക്രോസ് പീസ് മടക്കി സ്റ്റിച്ച് ചെയ്യണത് പെർഫെക്റ്റായിട്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇനി ഇൻഷാല്ലാ അപ്ലോഡ് ചെയ്യാണ്ട്. അപ്പോൾ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് അതുമേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷമേ ഉള്ളൂ നമുക്ക് ആം ഹോളിലെ ക്രോസ് പീസ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനാദ്യം ലൈനിങ്ങിൻ്റെ മേലെ മടക്കി സ്റ്റിച്ച് ചെയ്യണം. ട്രാൻസ്പെറൻറ്റ് നെക്കിൻ്റെ ആ ഭാഗത്ത് വരുന്ന ഭാഗം നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ശേഷം നമ്മൾ ചീത്ത വശത്ത് വെച്ചിട്ട് നമ്മളെ ക്ലോത്തിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ അങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് വെക്കണം എന്നുള്ളത് മനസ്സിലായില്ലേ. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബോൾ പിന്ന് വെച്ച് കൊടുക്കുക. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെങ്കിലോ എന്നൊരു പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ ബോൾ പിന്ന് കുത്തിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം 2 ആം ഹോളിലും ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് അങ്ങനെ അതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബോഡി പാർട്ടിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് സിബ് വെച്ചാലും കൂടി മതി. അപ്പോൾ 2 സൈഡിലും 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം സിബ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് കാണാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ അധികം ആവണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ മാർക്ക് ചെയ്യണത്. അപ്പോൾ അതേപോലെയൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല എളുപ്പമാവും ചെയ്യാൻ. അപ്പോൾ അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് നോക്കാം. അപ്പോൾ ഇനി ഞാൻ നിങ്ങളോടൊരു സോറി പറയുകയാണ്. കാരണം എൻ്റെ വീഡിയോ റെക്കോർഡായില്ല. ഞാനിത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ റെക്കോർഡ് ആവുന്നുണ്ടെന്നാണ് വിചാരിച്ച്, പക്ഷേ ഇത് റെക്കോർഡായിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനിത് പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. മേലെ നെറ്റും അതിൻ്റെ താഴെ സാറ്റിനും അതിൻ്റെ താഴെ ഏറ്റവും താഴെ കോട്ടനുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഞെറിയെടുത്തോ അതല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ട് നൂല് വലിച്ചോ എങ്ങനെയെങ്കിലും നമുക്ക് പ്ലേറ്റ് ഇടാവുന്നതാണ്. നമ്മളെ ബോഡി പാർട്ടിൽ എത്ര ഉണ്ട് നമുക്ക് വെടുത്തുണ്ടോ അത്രയും വെടുത്തിൽ നമുക്ക് എടുക്കണം. അപ്പോൾ അതേപോലെ എടുത്തിട്ട് ഞാൻ ബോഡി പാർട്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ കാണാനില്ലേ ഒരു കോണായിട്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്താലുണ്ടാവുക. ഫ്രണ്ട് പാർട്ടിൽ നേരെ കിടക്കും, ബാക്കിൽ കുറച്ച് ഇടങ്ങി കിടക്കും. അപ്പോൾ അത് സ്കേർട്ട് പാർട്ടിലും അങ്ങനെ തന്നെയാണ്, ബോഡി പാർട്ടിലും അതേപോലെ തന്നെയാണ്. അതിന് ശേഷം സൈഡ് രണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മുന്നേ നമുക്ക് കുറച്ച് വൃത്തിയിൽ നിൽക്കാൻ വേണ്ടി ഞാനൊരു വള്ളി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വള്ളി അതിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതേപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ലൈനിങ്ങിൻ്റെയൊക്കെ താഴെ മടക്കി അടിക്കാനുള്ളത് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മടക്കി അടിക്കണം. എനിക്കതല്ലാത്ത പീസ് ആയതുകൊണ്ടാണ് എനിക്ക് ലൈനിങ് മടക്കി അടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ നെറ്റാണ്, നെറ്റിന് എന്തായാലും നമ്മൾ മടക്കി അടിക്കൂല. പിന്നെ ഞാൻ ലേസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ നെറ്റിൻ്റെ നേരെ മേലെ തന്നെ മടക്കി അടിക്കൊന്നും ചെയ്യാതെ അതിൻ്റെ മേലെ ലേസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബോഡി പാർട്ടിൽ എന്തെങ്കിലും ഒരു ഡെക്കറേഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ അടുത്ത് 2-3 ഫ്ലവർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ഒട്ടിച്ച് കൊടുക്കാൻ കേട്ടോ ചെയ്യണത്. ഈ താഴെ വരുന്ന 3 വരുന്നത് ഞാൻ ഈ വെച്ചുകൊണ്ടിരിക്കണില്ലേ, അത് ഞാൻ തുന്നി കൊടുക്കുക, കൈകൊണ്ട് തുന്നി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മേലെ വെച്ചിട്ടുള്ള 3 ഞാൻ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മളെ മോഡേൺ ആയിട്ടുള്ള ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്